വിഷുവായിട്ട് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ. പ്രതീക്ഷിക്കാതെ ഉണ്ടായൊരു യാത്രയാണ്. ഫാമിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ആവശ്യത്തിന് വേണ്ടി പോവുകയാണ് കേട്ടോ. പോണത് വേറെ എവിടേക്കുമല്ല, കോയമ്പത്തൂർക്കാണ് പോണത് കേട്ടോ. ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. പോയി വന്നതിന് ശേഷമാണ് കേട്ടോ ട്രെയിന് പോകുന്നുണ്ട്. പോയി വന്നതിന് ശേഷമാണ് കേട്ടോ വോയിസൊക്കെ കൊടുക്കുന്നത്. ഇതാണ് ഞങ്ങൾ പോയ ട്രെയിന്. വിഷു ആയതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ട്രെയിനിലും തിരക്കുണ്ടായിരുന്നില്ല, പ്ലാറ്റ്ഫോമിലും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞങ്ങൾ പോണതൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെവിടെ സ്ഥലം എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ കയറി കുറച്ച് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പച്ചപ്പൊക്കെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ ഓണാക്കിയതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വാഷ്റൂമിലേക്ക് പോയിരുന്നു ഞാൻ ഇതുവരെ ഡോറിൻ്റെ ഭാഗത്ത് നിന്നിട്ടില്ല കേട്ടോ. ഡോറിൻ്റെ ഭാഗത്ത് നമ്മളങ്ങനെ നിൽക്കാൻ പാടില്ല, പക്ഷെ ഞാൻ നിന്നിട്ടില്ല. അപ്പോൾ ജസ്റ്റ് അവിടെ നിന്നിട്ട് വീഡിയോ എടുത്ത് നോക്കിയതാണ്. സേഫായിട്ടാട്ടോ നിന്നിട്ടുണ്ടായിരുന്നത്. തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ട്രെയിനിൽ. കോയമ്പത്തൂർക്ക് ട്രെയിനിൽ പോകുമ്പോൾ നല്ല ഭംഗിയാട്ടോ കാണാൻ. നിറയെ പാടങ്ങളും പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃഷികളൊക്കെ കാണാൻ പറ്റും. വാഴ, നിലക്കടല, തെങ്ങിൻ തോപ്പ്, അങ്ങനെയുള്ള കൃഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ മലകൾ കാണാൻ പറ്റും. കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അതൊക്കെ നല്ല രസമാണ് കേട്ടോ കാണാൻ. വാളയാറൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുരങ്ങുകളൊക്കെ കാണും. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ കണ്ടില്ല കേട്ടോ. എന്താ പറ്റുന്നറിയില്ല, വിഷയമായിട്ടാണ് തോന്നുന്നു. ഞങ്ങൾ കുരങ്ങുകളൊന്നും കണ്ടില്ല. മക്കളടുത്ത് ഇങ്ങനെ പറയുന്നു, അവർ എന്താ പറയുക, നല്ല കുട്ടികളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയില്ലേ, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ കുരങ്ങുകളുണ്ടാവും, കുരങ്ങൾക്ക് നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സോപ്പിട്ടിട്ട് ഇരുത്തിക്കായിരുന്നു. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾ ബസ്സിലായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. പോയപ്പോൾ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. നിറയെ സ്ട്രീറ്റ് ഫുഡുകളും അതുപോലെ നമ്മൾ പണ്ട് കഴിച്ചിരുന്ന, ഇപ്പോൾ ഒന്നും എനിക്ക് കാണാനില്ല കേട്ടോ അങ്ങനത്തെ മിഠായികളൊന്നും. പണ്ട് നമ്മൾ കഴിച്ചിരുന്ന മിഠായികളൊക്കെ എപ്പോഴും അവിടെ കിട്ടും കേട്ടോ. ഞാൻ ഇതിന് മുന്നേയൊക്കെ പോയപ്പോഴൊക്കെ മേടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ആ മിഠായികളൊന്നും ഇപ്പോൾ ഒന്നും നമ്മളുടെ അവിടെ ഒന്നും കിട്ടാനില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ അതൊക്കെ ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ടൈമിൻ്റെ പ്രശ്നമുള്ള കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ തിരിച്ച് രാവിലെ ഒരു 8:20 ട്രെയിൻ കയറിയിട്ട് നമ്മൾ തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് ഒരു 4 മണി 4:30 ഉള്ളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് നമുക്കതൊന്നും അവിടെ പോയി ഒരു ദിവസം നിൽക്കുകയാണെങ്കിലൊക്കെ നമുക്കതൊക്കെ എന്താ പറയുക കവർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഞങ്ങൾ പെട്ടെന്നുണ്ടായൊരു യാത്രയായ കാരണം എനിക്കതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. വോയിസ് ഓവറിൽ ട്രെയിന് പോണ ശബ്ദം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക കേട്ടോ, വോയിസ് കേൾക്കണില്ലെങ്കിൽ. നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ട്രെയിനൊക്കെ എന്നും കാണുകയൊക്കെ ചെയ്യും. ട്രെയിൻ കണ്ടിട്ടൊക്കെ നമ്മൾ മടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ ട്രെയിനിൽ അങ്ങനെ യാത്രകളൊന്നും ചെയ്യാറില്ല കേട്ടോ. ഇതുപോലെ ഹസ്ബൻഡിൻ്റെ പെങ്ങൾ കോയമ്പത്തൂരുള്ള കാരണം നമ്മൾ അവളുടെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ പോവുക. എന്താ പറയുക, ഞാനും ഹസ്ബൻഡൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ബൈക്കിലാണ് കൂടുതലും പോവുക. ഇങ്ങനെ ഹസ്ബൻഡിൻ്റെ ഉമ്മയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾ കൂടുതലും ട്രെയിനിലാണ് പോവുക. അപ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ, ബൈക്കിൽ പോവുകയാണെങ്കിൽ വേറൊരു തരത്തിലുള്ള കാഴ്ചകളൊക്കെ കാണാം. ട്രെയിനിൽ പോകുമ്പോൾ വേറൊരു തരത്തിലുള്ള കാഴ്ചകൾ ഒക്കെ കാണാം കേട്ടോ. അതൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ. ഇപ്പോൾ നമ്മൾ കാണുന്നത് വാളയാർ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ നമ്മൾ കാണുന്നത്. നല്ല രസമാണ് അതിനൊക്കെ ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ. നമുക്ക് ട്രെയിനിലിരിക്കണവർക്കും നല്ല രസമാണ്. നമുക്ക് അവിടെ ട്രെയിനിലിരുന്നിട്ട് നമുക്ക് പുറത്തേക്ക് നോക്കണ കാഴ്ചകളും നല്ല രസമാണ് കേട്ടോ. ഈ ഭാഗത്തൊക്കെ നിറയെ കുരങ്ങുകളിലൊക്കെ കാണേണ്ടതാണ് കേട്ടോ. പക്ഷേ എന്താണെന്നറിയില്ല, നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കുരങ്ങുകളിലൊന്നും കണ്ടില്ല. മറ്റേത് നമ്മൾ ഇങ്ങനെ ഇതേപോലെ പോകുമ്പോഴൊക്കെ നമ്മൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കയ്യിൽ വെക്കും അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവരത് മേടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ വിചാരിച്ചു അതൊക്കെ നമുക്ക് കാണാൻ പറ്റും, നോക്കുമ്പോൾ കാണാൻ പറ്റില്ല. തിരിച്ചു വരുമ്പോൾ നമ്മൾ കണ്ടു പറഞ്ഞത് ബസ്സിലാണ്. ബസ്സിൽ കുറച്ച് ലോങ് ആയിട്ടാണ് കണ്ടത്. അടുത്ത് ട്രെയിനിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമിൽ ആ വാളയാർ
സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ പ്ലാറ്റ്ഫോമിലൊക്കെ നിറയെ കുരങ്ങുകളായിരിക്കും ഉണ്ടാവുക. അവർ നമ്മളുടെ അടുത്തേക്കൊക്കെ വരും. നമ്മൾ കഴിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ മേടിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ എനിക്കതൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ. ഒരു 8:20 നമ്മൾ അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ നമ്മളൊരു 8:40 അവിടെ നിന്ന് കയറിക്കഴിഞ്ഞാൽ ഒരു 11:20 11:30 ഒക്കെ ഉള്ളിൽ നമ്മളവിടെ എത്തും കേട്ടോ. കോയമ്പത്തൂർ എത്തും. കോയമ്പത്തൂർ എത്തിയിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുക്കണം വിചാരിച്ച് നോക്കുമ്പോൾ ഭയങ്കര തിരക്കും. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ ബസ്സിലേക്ക് കുറച്ച് ദൂരം പോകാനുണ്ട്. അപ്പോൾ ഭയങ്കര തിരക്കും ഇതൊക്കെ ആയ കാരണം, മക്കളൊക്കെ ഉള്ള കാരണം വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഈ ട്രെയിനിൽ പോണത് എനിക്ക് കൂടുതൽ എടുക്കാൻ പറ്റും. ട്രെയിനിൽ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ട്രെയിനിൽ പോണത് കൂടുതലും വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീടിൻ്റെ ഭാഗമൊക്കെ പറഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ കാണാൻ. മറ്റേ അടുത്തടുത്ത് വീടുകളൊക്കെ ആയിട്ട് ടൗൺ തന്നെയാണ്. ഒരു നല്ല ക്രൗഡായിട്ടുള്ളൊരു ഏരിയയാണ്. നിറയെ കടകളും ഒക്കെ അടുത്തടുത്ത് നല്ല രസമാണ് അവിടെ പോവാനൊക്കെ കേട്ടോ. എനിക്കും മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് അങ്ങോട്ടൊക്കെ പോവുക. പക്ഷെ ഞങ്ങൾ അങ്ങനെ പോകലില്ല. അപൂർവമായിട്ടാണ് ഞങ്ങൾ ട്രെയിനിൽ പോകലുള്ളൂ. ബൈക്കിൽ പോകലുണ്ട് കേട്ടോ. ഒഴിവ് കിട്ടുമ്പോഴൊക്കെ ബൈക്കിൽ പോകലുണ്ട്. ഇതാണ് കേട്ടോ ഹസ്ബൻഡിൻ്റെ പെങ്ങളുടെ വീടൊക്കെ ഉള്ള സ്ഥലം. അവിടെ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ട് ജസ്റ്റ് ഓരോ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓരോ ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ.